ഹായ്. റോബിനെതിരെ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പണമിടപാടുമായി തുടങ്ങിയ ഇപ്പോഴത്തെ വിഷയം അത് പെണ്ണുകേസ് വരെ ഇവരെത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇവരുടെ ലക്ഷ്യം ഡോക്ടർ റോബിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ്. പല ആൾക്കാർക്കും ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, പല യൂട്യൂബേഴ്സിനും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവർ വീഡിയോ ചെയ്യില്ല. ഡോക്ടർ റോബിനാണ് ശരി എന്നുള്ള വീഡിയോ അവർ ചെയ്യില്ല. അതങ്ങനെയാണ്. ഇപ്പോ വിഷയങ്ങൾ വേറെ രീതിയിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. പല ആൾക്കാരെയും കൊണ്ടുവന്ന് അത് വേറൊരു രീതിയിലേക്ക് തിരിച്ചുവിടാൻ ഇവർ ശ്രമിക്കുകയാണ്. പല ആൾക്കാരും രംഗത്ത് വരുന്നു, എന്നോട് പൈസ ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോ അഖിൽമാര ഈ വിഷയം നടക്കുന്ന സമയത്ത് 10 ലക്ഷം രൂപ എന്നോട് ആവശ്യപ്പെട്ടു, കൊടുത്തിരുന്നേൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവേണ്ടി വന്നേനെ എന്ന് അഖിൽമാര സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? റോബിന് 10 ലക്ഷം രൂപയുടെ ആവശ്യം വരുന്നു. റോബിൻ അഖിൽമാരോട് പൈസ ചോദിക്കുന്നു. അഖിൽമാര കൊടുക്കുന്നില്ല. അപ്പോഴും ഡോക്ടർ റോബിന് ആ പൈസ ആവശ്യമാണ്. അപ്പോൾ അടുത്ത ആളിലേക്ക് പോകും, അടുത്ത ആളോട് ചോദിക്കുന്നു, അയാളും കൊടുക്കുന്നില്ല. മറ്റൊരാളിലേക്ക് പോകുന്നു, അയാളും കൊടുക്കുന്നില്ല. അതിനുശേഷം വേറൊരാളിലേക്ക് പോകുന്നു, അയാൾ 10 ലക്ഷം കൊടുക്കുന്നു. ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ അയാൾ പറയുന്നു എനിക്ക് 10 ലക്ഷം തന്നില്ല എന്ന്. അപ്പോൾ ഇവരെല്ലാവരും പറയും എന്ത്? എന്നോട് ചോദിച്ചു എന്ന്. അതായത് ഡോക്ടർ റോബിന് 10 ലക്ഷം രൂപയുടെ ആവശ്യം വന്നപ്പോൾ കുറെ ആൾക്കാരോട് ചോദിച്ചിട്ടാണ് പണം കിട്ടിയത്. ഒരു ഇഷ്യൂ വന്നപ്പോൾ ഇവരെല്ലാവരും പറയുന്നു എന്നോട് ചോദിച്ചു. കേൾക്കുന്ന എല്ലാവരും വിചാരിക്കുന്ന കാര്യം റോബിൻ എല്ലാവരോടും പണം ചോദിച്ചു എന്നുള്ള രീതിയിലാണ്. അതായത് ഡോക്ടർ റോബിൻ എല്ലാവരും പറ്റിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് വരിക. സത്യം പറഞ്ഞാൽ അഖിൽമാരാറിന്റെ ആ സ്റ്റോറിയിൽ നിന്ന് വ്യക്തമാണ് നല്ല രീതിയിൽ ഡോക്ടർ റോബിനോട് അഖിൽമാരാർക്ക് ദേഷ്യമുണ്ട്. അത് തീർക്കാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പുള്ളി ഇപ്പോ എയറിലാണ്. ആര്? അഖിൽമാരാർ. അതുപോലെ തന്നെ ഇന്നലെ ഒരു പരിപാടിക്കിടെ സംസാരിക്കുമ്പോൾ ഡോക്ടർ റോബിൻ സങ്കടം പിടിച്ചു നിർത്താൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പല ആൾക്കാരും സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് കള്ളക്കരച്ചിലാണ്, അഭിനയിക്കുകയാണ് എന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ് ഡോക്ടർ റോബിൻ കരഞ്ഞത് എന്ന് അത് കണ്ട ആൾക്കാർക്കും അറിയാം. അതായത് ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഡോക്ടർ റോബിൻ അവിടെ പറഞ്ഞത് എന്ന്. അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം ഓണത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. കഴിഞ്ഞ ഓണത്തിന് എന്റെ അമ്മയുണ്ടായിരുന്നു, അമ്മയോടൊപ്പമായിരുന്നു ഓണം ആഘോഷിച്ചത്. ഈ ഓണത്തിന് അമ്മയില്ല. തീർച്ചയായും അമ്മയെ കുറിച്ച് പറയുമ്പോൾ കരഞ്ഞു പോവും. അതായത് സ്നേഹമുള്ള ആരും കരഞ്ഞു പോവും. ഇത് കള്ളക്കരച്ചിലാണ്, അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് കമന്റ്സുകളുണ്ട്. അത്തരം കമന്റ് ചെയ്ത ആൾക്കാർക്ക് ഒരുപക്ഷെ ഇത്തരം സ്നേഹമുള്ള അച്ഛനോ അമ്മയോ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ നല്ല അച്ഛനോ അമ്മയ്ക്കോ ജനിക്കാത്തതിന്റെ ഒരു പ്രശ്നമായിരിക്കാം. എനിക്ക് ഇന്നലെ ഒരാളൊരു പോസ്റ്റ് അയച്ചു തന്നു. അതെന്താണെന്ന് ഞാൻ വായിച്ചു തരാം. അതായത് ഈ വിഷയത്തെ വളച്ചൊടിക്കുന്ന ഒരു പോസ്റ്റാണ്. ഒന്ന് വായിച്ചു തരാം. അതായത് ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് വീഡിയോസും ഫോട്ടോസും ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നുണ്ട്. എല്ലാം വായിച്ചു നോക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ പോസ്റ്റ് എന്നെ ശ്രദ്ധയിൽപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ വായിച്ചു തരാമെന്ന് പറഞ്ഞത്. ഓക്കെ, ആ പോസ്റ്റ് ഇങ്ങനെയാണ്. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പുറത്തും നടക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങളെക്കുറിച്ചും വ്യക്തിഹത്യകളെക്കുറിച്ചും സംസാരിക്കവെയാണ് റോബിൻ നിയന്ത്രണം നഷ്ടമായത്. അങ്ങനെയാണോ സംഭവം? അല്ല. സമൂഹ മാധ്യമങ്ങളിൽ താൻ നേരിടുന്ന സൈബർ ആക്രമണങ്ങൾ അതിരുവിടുകയാണെന്നും താനും ഒരു മനുഷ്യനാണെന്നും ഡോക്ടർ റോബിൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ സഹിച്ചാണ് മുൻപോട്ട് പോകുന്നതെന്നും പലപ്പോഴും താൻ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു. അങ്ങനെയൊക്കെ അടിച്ചു. വേദിയിലുണ്ടായിരുന്നവരും ആരാധകരും റോബിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുറച്ചു സമയത്തേക്ക് പ്രസംഗം തുടരാൻ അദ്ദേഹത്തിനായില്ല. ഇതിന്റെ വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. റോബിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതൊരു പുതിയ സിമ്പതി സ്ട്രാറ്റജി ആണെന്ന് വിമർശകർ പരിഹസിക്കുമ്പോൾ റോബിന്റെ വികാരങ്ങളെ മാനിക്കണമെന്നും അദ്ദേഹത്തിന് പിന്തുണ നൽകണമെന്നുമാണ് ആരാധകരുടെ പക്ഷം. എന്താണ് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് ഡോക്ടർ റോബിൻ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് കരഞ്ഞുപോയി എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയാണോ? അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കവെയാണ് കരഞ്ഞത്, സങ്കടപ്പെട്ടത്. ഇതിനെ വളച്ചൊടിച്ച് ഈ രീതിയിലാക്കി തീർക്കുന്നു, എന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നു.
ഡോക്ടർ റോബിൻ എന്താണ് പറഞ്ഞത് എന്ന് പോലും മനസ്സിലാക്കാത്ത ആൾക്കാർ ഇത് കണ്ട് ഡോക്ടർ റോബിൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യും. ഇതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഒരുപാട് ആൾക്കാർ പല വിഷയങ്ങളും നമ്മൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. പഴയ വീഡിയോ. ഹായ് ലെറ്റ്സ് ചാറ്റ്. അണുവിന്റെ വീഡിയോ എന്താ അത്? ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് ഡോക്ടർ റോബിനെ ഇത് പറ്റി ലെറ്റ്സ് ടോക്ക് അല്ലേ? ഓക്കെ, ലെറ്റ്സ് ടോക്ക്. ഇതൊക്കെ വീഡിയോ ചെയ്തിട്ടില്ലേ? ഓക്കെ, ഹലോ ഹായ് വെൽക്കം ടു ഫസ്റ്റ് ഹെഡിങ് ഒന്ന് വായിക്കാം. എന്താണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് നോക്കാം. കാണണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാലോ. നമ്മുടെ ജീവിതം ഷോ ഓഫ് അല്ല. ജീവിതം എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. ആണല്ലോ, അതിനെന്താണ്? കേട്ടോളെ. ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് ഡോക്ടർ റോബിനെ പറ്റിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ഓക്കെ, പറഞ്ഞോളൂ. ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്റെ ചാനൽ തുടങ്ങിയത് തന്നെ. ഓക്കെ, ഡോക്ടർ റോബിന്റെ കല്യാണം വരെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നെ ഡോക്ടർ റോബിൻ അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ ഡോക്ടർ റോബിൻ കുറച്ച് സൈലന്റ് ആയി. സോഷ്യൽ മീഡിയയിലൊക്കെ അത്രയും സജീവമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ വിഷയങ്ങൾ എടുത്ത് ചെയ്തു. അതുമല്ല എനിക്ക് മോണിറ്റൈസേഷൻ ആയി. അതേപോലെ തന്നെ നമ്മുടെ ചാനല് മോണിറ്റൈസേഷൻ ആയ ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ എന്തിനാ വെറുതെ വിട്ടിട്ട് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ സബ്ജക്റ്റ് ഒക്കെ എടുത്ത് വീഡിയോസ് ഒക്കെ ചെയ്തു. ഇല്ല ലൈവ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരാളാണ്. ഇപ്പൊ ഡോക്ടർ റോബിൻ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഡോക്ടർ റോബിന്റെ കയ്യിലും കുറച്ച് തെറ്റുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ആൾക്കാർ പറയും ഡോക്ടർ റോബിന്റെ പേരും വെച്ചിട്ട് നീ ഒരു ചാനൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നു, എന്നിട്ട് ഇപ്പൊ അദ്ദേഹത്തിന് കുറ്റം പറയുകയാണോ എന്ന് ചോദിക്കും. അല്ല, ഞാൻ നേരത്തെ ഡോക്ടർ റോബിന്റെ തെറ്റുകൾ ഒക്കെ കണ്ട സമയത്ത് അത് പറഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഡോക്ടർ റോബിനോട് നമുക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ ഞാൻ വിചാരിച്ചത് ഡോക്ടർ റോബിൻ എന്തൊക്കെയോ ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ്, അദ്ദേഹം ചെയ്യും, അല്ലെങ്കിൽ നിലപാടുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ടാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, ശരി, പോട്ടെ. എന്താണ് പറയുന്നത് മുഴുവൻ കേൾക്കാം. അങ്ങനൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ ഡോക്ടർ റോബിന്റെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈ ലോകം വെട്ടിപ്പിടിക്കണം, എത്രയും പെട്ടെന്ന് ലോകം വെട്ടിപ്പിടിക്കണം, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം, ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹമുള്ള ഒരു മനുഷ്യനും കൂടെയാണ്. എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലൊന്നും എനിക്ക് മനസ്സിലായില്ല. ആൾ ഇങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ആളുടെ ചിന്ത ഇങ്ങനെയാണ്. അയാളുടെ ചിന്ത എങ്ങനെ? ഈ ലെറ്റ്സ് ടോക്ക് അവർക്ക് എങ്ങനെ അറിയാം? ശരി, ഓരോരുടെ വ്യൂ പോയിന്റ് അല്ലേ, കാണാം, കേൾക്കാം. ചെയ്യാൻ കഴിയാതെ പോയ ഒരു മനുഷ്യനായിട്ടാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഡോക്ടർ റോബിൻ ഇതിനോടൊക്കെ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫിലിം വരുന്നു, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കഫേ വരുന്നു, അല്ലെങ്കിൽ സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രം ടു തമിഴ്നാട് ഓടും, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ. പിന്നെ രാവണ യുദ്ധ സിനിമ, പോർഷെ, പനമേര, എനിക്കറിയത്തില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റേ ലെറ്റ്സ് ടോക്ക് തന്നെയല്ലേ? ഞാൻ പണ്ടൊരു പേരിട്ട അവാർഡ് കിട്ടുന്നതെന്ന് വിചാരിക്കും. ഡോക്ടർ റോബിന്റെ ആഗ്രഹമായിരുന്നു ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. പക്ഷെ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം നമ്മൾ നമുക്കുള്ള വരവ് ചെലവ് അനുസരിച്ച് വേണം ജീവിക്കാനായിട്ട്. ഇപ്പം ഡോക്ടർ റോബിൻ അന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ആ ഒരു ഫെയിം എങ്ങനെ നിലനിർത്തണമെന്ന് വിചാരിച്ച് കുറച്ച് ഒതുങ്ങിക്കൂടി നിന്നതിന് ശേഷം ആലോചിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നെയോ എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഫെയിം അല്ലെങ്കിൽ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ആൾക്കാരുടെ സ്നേഹം നിലനിർത്താനായിട്ടോ ഇല്ലെങ്കിൽ ആ ഒരു ഫെയിമിനെ യൂട്ടിലൈസ് ചെയ്യാനോ ഡോക്ടർ റോബിന് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു ബിസിനസ് ഇതിപ്പോ ഇത്ര നേരം കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവര് ഡോക്ടർ റോബിനെതിരെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. ഡോക്ടർ റോബിന്റെ തെറ്റുകൾ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അതായത് രാവണ യുദ്ധം, പിന്നെന്താണ് അങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് ഹേറ്റേഴ്സ് പറഞ്ഞു പരത്തുന്ന കാര്യങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ അവരെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഈ സ്ത്രീ വീണ്ടും നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. എന്താണ് ഇത്? നിങ്ങൾ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളാണോ അതോ അയാളെ മോശമാക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്ന ആളാണോ? ഈ ചില ആളുകളുണ്ട്, ഞാൻ മാത്രമാണ് നല്ലത്, എന്റെ കൂടെയുള്ളവർ മാത്രമാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന കുറച്ചാൾക്കാർ. അല്ല, അത്തരത്തിൽപ്പെടുന്ന സ്വഭാവത്തിൽപ്പെടുന്ന ആളാണോ നിങ്ങൾ എന്നൊരു സംശയം. അതുപോലെ തന്നെ നല്ലൊരു പ്രൊഫഷൻ ഉണ്ട്, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ മുന്നോട്ടുള്ള PG ഒക്കെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഇതില് സ്പെഷ്യലൈസ് ജോലിക്ക് ഒരു ഡോക്ടറായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു.
അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് ഇഷ്ടമല്ലെങ്കിൽ ബിസിനസ് ചെയ്യാമായിരുന്നു. അന്നൊക്കെ കുറെ കാശ് കൈ കിട്ടിയതല്ലേ, അതൊക്കെ എന്തുകൊണ്ട് ഉപദേശവും മറ്റും ഒരുമിച്ച് അവരുടെ വൈഫിനും എന്താണ് ബിസിനസ് ഒക്കെയാണ്. അപ്പൊ പുള്ളിക്കാരത്തിക്ക് നല്ല ഒരു വരുമാനം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി സ്ഥാപനത്തിനും പുള്ളിക്കാരത്തിക്കും വേണ്ടതൊക്കെ അവർക്ക് സ്വയമായിട്ട് ചെയ്യാനുള്ള ഒരു ശേഷിയുള്ള ആളായിട്ടാണ് ആരതി എപ്പോഴും സ്റ്റോറിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഡോക്ടർ റോബിന് കിട്ടുന്ന കാശ് ഡോക്ടർ റോബിനും സ്വയം അവനവന്റെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാം. പിന്നെ അവരുടെ ഒരു കുടുംബത്തിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിലും അച്ഛൻ ബിസിനസ്മാൻ ആയിരുന്നു. അപ്പം നല്ല കാശൊക്കെ ഉണ്ടെന്നാണ് ഡോക്ടർ റോബിൻ പലയിടത്തും പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വന്ന സമയത്തും അച്ഛൻ എന്തായാലും അമ്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്കുള്ളതോ ഒക്കെ സമ്പാദിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാം. പിന്നെ ഡോക്ടർ റോബിൻ കുറച്ചൊക്കെ കടം വാങ്ങിച്ചാലും നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ ഇത് ഓടി നടന്ന് എല്ലാവരോടും കുറേശ്ശെ കാശൊക്കെ വാങ്ങിച്ചതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെ എവിടെ ചെലവാക്കി, എന്തിനാണ് ഇത്രത്തോളം ഇവരെ ബോധിപ്പിക്കണമായിരിക്കും. എന്തുവാടേ ഇത്? സത്യം പറഞ്ഞാൽ ഈ പരിപാടി നമ്മുടെ അയൽക്കൂട്ടം പരിപാടിയാണ്, വേറൊരാളോട് ഇന്ന് കുറ്റം പറയുന്ന പരിപാടി. ചാടുന്നതായിട്ടൊക്കെ കാണാം. ഡോക്ടർ റോബിൻ ശരിക്കും നല്ലൊരു മനുഷ്യനായിരിക്കാം, പക്ഷെ ചെയ്യുന്ന അബദ്ധങ്ങളാണ്. എന്തുവാണ് ഇത്? ഡോക്ടർ റോബിൻ അപ്പൊ ഞാൻ നിർത്തുന്നു. ചിലപ്പോൾ ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകും. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.